UGC നിയമം കർശനമാക്കി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. UGC അംഗീകാരമില്ലാത്ത ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സർവകലാശാലകൾക്ക് കേരള PSCയുടെ ഉത്തരവ് തിരിച്ചടി. PSC കർശനമായി ഉത്തരവിറക്കിയതോടെ വെട്ടിലായത് UGC അംഗീകാരം പല ഇയറുകളിലായി നഷ്ടപ്പെട്ട സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾക്കും UGC അംഗീകാരമില്ലാത്ത ഡിഗ്രിയുടെ തുല്യത വച്ച് സെറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിയവർക്കുമാണ്. UGC അംഗീകാരമില്ലാത്ത ഭാരതിയാർ ഉൾപ്പെടെയുള്ള ഇതര സർവകലാശാലകൾ സംബന്ധിച്ചാണ് കേരള PSC പൊതു ഉത്തരവിറക്കിയത്. UGC നിയമം കർശനമാക്കിയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നടപടി. UGC അംഗീകാരമില്ലാത്ത ഭാരതിയാർ ഉൾപ്പെടെയുള്ള സർവകലാശാലകൾക്കാണ് PSCയുടെ ഉത്തരവ് തിരിച്ചടിയായത്. PSC കർശനമായി ഉത്തരവിറക്കിയതോടെ വെട്ടിലായത് UGC അംഗീകാരം പല ഇയറുകളിലായി നഷ്ടപ്പെട്ട സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾക്കും UGC അംഗീകാരമില്ലാത്ത ഡിഗ്രിയുടെ തുല്യത വെച്ച് സെറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിയവർക്കുമാണ്. ഭാരതീയ സർവകലാശാല, പെരിയാർ സർവകലാശാല, ഭാരതിദാസൻ സർവകലാശാല, മദ്രാസ് സർവകലാശാല, അണ്ണാമലൈ, മധുര, കാമരാജ് സർവകലാശാല, അളഗപ്പ സർവകലാശാല, മറ്റിതര സർവകലാശാലകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കുമാണ് ബാധകമാകുന്നത്. അതേപോലെ തന്നെ UGC അംഗീകാരമില്ലാത്ത ഡിഗ്രിയുടെ തുല്യത വെച്ച് സെറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിയവരും ഇതിൽപ്പെടുന്നു. PSC ഇനി UGC വെബ്സൈറ്റ് പരിശോധിച്ച് മാത്രമേ ബിരുദങ്ങൾ തുല്യത അംഗീകരിക്കുകയുള്ളൂ. UGC അംഗീകാരമില്ലാത്ത സർവകലാശാലകളുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കില്ല. ഈയിടെ വന്ന സുപ്രീം കോടതി ഉത്തരവിൽ തന്നെ ഇത് എടുത്തു പറയുന്നുണ്ട്. 2015 അധ്യയന വർഷം മുതൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ മുഖേനയുള്ള ഡിഗ്രി യോഗ്യതകൾക്ക് UGCയുടെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരമില്ലെന്ന വിവരം റിക്രൂട്ട്മെന്റ് വിഭാഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വിദൂര വിദ്യാഭ്യാസ മുഖേനയുള്ള യോഗ്യതകളുടെ സ്വീകാര്യത നിർണ്ണയിക്കുമ്പോൾ UGCയുടെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ബ്യൂറോ വെബ്സൈറ്റ് പരിശോധിച്ച് കോഴ്സിന് അംഗീകാരമുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണെന്നും ചെയർമാൻ ഉത്തരവായതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത വിവരം എല്ലാ റിക്രൂട്ട്മെന്റ് വിഭാഗങ്ങളെയും അറിയിച്ചിട്ടുമുണ്ട്. 25/9/2025 കേരള PSC ഈ ഉത്തരവ് ഇറക്കിയത്. PSC ഉത്തരവ് കർശനമായി നടപ്പിലാക്കുന്നതോടെ വെട്ടിലായത് UGC അംഗീകാരം പല ഇയറുകളിൽ നഷ്ടപ്പെട്ട സർവകലാശാലകളുടെ വിദ്യാർത്ഥികൾക്കുമാണ്. ജനം, തിരുവനന്തപുരം.